എല്ലാവർക്കും ഷാബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കപ്പ മത്തി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾറെഡി പ്രസ് ചെയ്യാൻ മറന്നു പോരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ കപ്പയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായി വെള്ളം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 കിലോ കപ്പയ്ക്ക് ഞാൻ 400 ഗ്രാം മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നിന്ന് വേവിച്ചെടുക്കണം. ഞാൻ ചട്ടിയിലാണ് കേട്ടോ മീൻ വേവിച്ചെടുക്കുന്നത്. ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ചെമ്മീൻ കിടന്നിട്ട് അതുകൊണ്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വേവാനുള്ള വെള്ളം മാത്രം മതി. കുറച്ച് വെള്ളം മതി. നമ്മൾ അരപ്പിൽ വെള്ളമൊന്നും ചേർക്കൂല. ആവിയിൽ വെന്ത് വരും. ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് മീനിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആവിയിലൊന്ന് വെന്ത് വരും മീൻ കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്ര മതി കേട്ടോ. ഞാൻ കപ്പ 2 വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ വെള്ളം ഒന്ന് മാറ്റാം. 2 വെള്ളം ഒഴിച്ച് വേവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ സാധാരണ 2 വെള്ളം ഒഴിച്ചാണ് വേവിക്കാറ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2ാമത്തെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനിൻ്റെ മുള്ളെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ കപ്പയിൽ ഒഴിച്ചു കൊടുത്ത് 2ാമത്തെ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 2ാമത്തെ വെള്ളം നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ വെള്ളം എല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മീൻ വേവിച്ചെടുത്തില്ലേ ആ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. മുള്ളൊന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ മുള്ളെല്ലാം നന്നായിട്ടൊന്ന് മാറ്റിയ ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് തേങ്ങയാണ് കേട്ടോ ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 4 പച്ചമുളക്, 3 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഒരു 10-12 എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതാണെങ്കിൽ ഒരു 3-4 ആവശ്യമേ ഉള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മളിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങിലെ വെള്ളം എല്ലാം കണ്ടില്ലേ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം നമ്മൾ ഇതിൽ നിന്ന് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി മാറ്റും. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മാറ്റുന്നത്. ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ 2 വറ്റൽമുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കണ്ടില്ല അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ആ വെള്ളമൊക്കെ നന്നായിട്ട് കപ്പയിൽ തന്നെ അങ്ങ് പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുള്ളെല്ലാം കളഞ്ഞ് വെച്ചിട്ടുള്ള മത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം.
2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മളിത് മൂടി വെച്ച് കൊടുക്കുന്ന സമയം ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇത് തുറന്ന് നോക്കിയ ശേഷം നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എനിക്കൊന്ന് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടച്ചെടുക്കുന്നത്. ഉടച്ചെടുക്കുന്ന ഇഷ്ടമില്ലാത്തവരെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. ഇളക്കി കൊടുക്കുന്ന സമയം ഉപ്പും അരപ്പും നമ്മൾ താളിച്ച് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കുക. കപ്പ മത്തി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.